നമ്മൾ വില കുറയ്ക്കുന്നുണ്ട് ഫ്ലഡോ റീപ്ലേസോ ആക്സിഡന്റോ ഒന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങനത്തെ കമന്റും ഒന്നും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ്. നല്ല ടയർ വാങ്ങൽ, നല്ല അലോയ്സ് കാര്യങ്ങളൊക്കെ നല്ല വണ്ടി. മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ്. വേറെ ഒന്നും ഇതിലെടുത്ത് പറയാനില്ല. വേറെ എന്തൊക്കെ സൗണ്ടോ കാര്യങ്ങളോ ഇല്ല, നിലവിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വർക്കിംഗ് കണ്ടീഷനാണ് വണ്ടി. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുക. 19-20 20 രജിസ്ട്രേഷനിൽ ഉണ്ട് വണ്ടി. 20 രജിസ്ട്രേഷൻ ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2035 വരെ നിങ്ങൾക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന വാഹനമാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ഇങ്ങനെ പരിചയമില്ല എല്ലാവർക്കും? റോഡ് മാസ്റ്റർ മനോട്ടൻ, ക്ലബ്സി മനോട്ടൻ, എല്ലാം പറയാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലബ്സിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. മനോട്ടാ, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻസ് വന്നു. എന്ത് കമന്റ് വന്ന? വില കൂടുതലാണ്. പക്ഷെ വില കൂടുതലോ? അതാ ഞാൻ ചോദിച്ചത്. ഒരു വണ്ടി കാണിച്ചു തരട്ടെ വില കൂടുതലുള്ള, ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു വണ്ടി കാണിച്ചു തരട്ടെ വില കൂടുതലാണെന്നുള്ള കാര്യം. ഓക്കെ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ പാകത്തിനുള്ള വില, ആ രീതി തന്നെ നമ്മൾ അന്നും ഇന്നും എപ്പോഴും ചെയ്യുന്ന ആ രീതി തന്നെയാണ് കൊടുക്കുന്നുള്ളൂ. യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, പിന്നെ മറ്റുള്ള ഷോറൂമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വിലക്കുറവില്ല. ചിലപ്പം ഒരു ടിയാഗോ ചിലപ്പോൾ ഇതിനേക്കാളും കുറവുള്ള ഒരു വണ്ടി വേറെ ഷോറൂമിലുണ്ടെങ്കിൽ രണ്ട് വണ്ടിയും വന്ന് നോക്കുക. ഓക്കെ, അതിന്റെ ക്വാളിറ്റി കൂടി കമ്പയർ ചെയ്യാം. എന്നിട്ട് വില കൂടുതലാണെന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാം. എന്തായാലും ഇപ്രാവശ്യം ഫുൾ ഓൺ വണ്ടി ഉണ്ടോ? ഫുൾ ലോണിലുണ്ട്. അത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഇവിടേക്ക് 1-2 വണ്ടികൾ ഞങ്ങൾ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടികൾ കൊള്ളിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്, മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. സാധാരണക്കാർക്ക് വണ്ടി എടുക്കണം. അതാ ഉദ്ദേശം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഷോറൂം ലൊക്കേഷൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം. കോഴിക്കോട് വെള്ളിപ്പറമ്പാണ്. അതായത് മാവൂരേക്ക് പോകുന്ന റൂട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വെള്ളിപ്പറമ്പ് മീഡിയ വൺ ചാനലിൻ്റെ ഓഫീസുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ക്ലബ്സി ഓട്ടോമോട്ടീവ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഫാമിലി 6 ലക്ഷത്തിനോട് അടുക്കാൻ പോവാണ്. കഴിഞ്ഞ 5 ലക്ഷത്തിൻ്റെ ആഘോഷം നമ്മൾ ക്ലബ്സിലായിരുന്നു ആഘോഷിച്ചത് അല്ലേ? ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ തന്നെ ആഘോഷിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടികളും വീഡിയോ കിട്ടുക. ആദ്യം നമുക്ക് ക്ലബ്സിയുടെ ഒരു ഐക്കോണിക് വാഹനത്തിൽ തുടങ്ങാം. ഡാറ്റ്സൺ ഗോ ആണ്. ഗോ എങ്ങനെയാ? ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണറാണ്. ഓക്കെ, KL11 തന്നെയല്ല? KL11. പിന്നെ ഇത് മറ്റേ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞ് വരുന്നതാണ്. ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും. പിന്നെ റൂഫ് റെയിൽ വരും, സ്പോയിലർ വരും. ഒരു സ്പോർട്ടി ലുക്ക് ഉണ്ട്. ലുക്ക് നല്ല ലുക്കുള്ള വണ്ടിയാണ്. പിന്നെ അലോയ് എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, എന്താ പറയുക, 1.2 എഞ്ചിനാണ് വരിക. നിങ്ങളൊരു സ്വിഫ്റ്റ്, ഡിയാഗോ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് വാഹനങ്ങൾ എടുക്കുന്നവർക്ക് അതേ ഒരു ഫീൽഡിൽ ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം. പക്ഷേ കമ്പാരിറ്റീവ്ലി അതിൻ്റെ പകുതി വിലക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഡാറ്റ്സൺ ഗോ. വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഓട്ടോ എത്ര ഇത്? 1.12 ഓടിയിട്ടുണ്ട്. 1,03,000 വരെ ത്രൂ ഔട്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡാറ്റ്സന്റെ സർവീസ് വരുന്നത് നിസാനിൽ തന്നെയാണ്. സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഏകദേശം ഒരു 12-15 മൈലേജ് ഉണ്ടാവില്ല? 15 കിട്ടും. എന്തായാലും 15 റേഞ്ചിലൊക്കെ കിട്ടും എന്താണെങ്കിലും. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 1.90 കൊടുക്കാം. 1,90,000. 2017 മോഡലാണ്. 17 മോഡൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. 2017 ഒരു സ്വിഫ്റ്റിന്റെ മാർക്കറ്റും ആ വിലക്ക് ഇതിപ്പോൾ 1.90 കിട്ടുന്നത്. അത് ലിമിറ്റഡ് എഡിഷൻ വണ്ടി കൂടിയാണ്. ഇന്റീരിയറും കുറച്ച് വ്യത്യാസമുണ്ട്. ട്രിമൊക്കെ ഒരു ബോഡി ആ ഒരു ബ്ലൂ കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന് വേറൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാക്ക് സിസ്റ്റത്തിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ലോണ് നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തൊരു സംഭവം പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാലും പറയാണ്. 1.90 അതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ലോൺ കിട്ടും. നല്ല പ്രൊഫൈലൊക്കെയാണ്. അതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ലോണും ചെയ്തു കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് റേറ്റിൽ ഈ വണ്ടിക്ക് അതിനേക്കാൾ വില കിട്ടുന്നതുകൊണ്ടാണ് അത്രയും ലോൺ കിട്ടുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയാണ് അല്ലേ? നമ്മൾ വില കുറയ്ക്കുന്നുണ്ട് ഫ്ലഡോ റീപ്ലേസോ ആക്സിഡന്റോ ഒന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങനത്തെ കമന്റും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ്. നല്ല ടയർ വാങ്ങൽ, നല്ല അലോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി, അടിപൊളി വണ്ടി. ഓക്കെ, 1.90 കൊണ്ടുപോകാം ഫുൾ ലോണിൽ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കിഡിലൻ ഒരു മൈലേജ് ലഭിക്കുന്ന വാഹനമാണ് നിസാൻ മൈക്ര ഡീസൽ. അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള വണ്ടിയാണ്. കുറെ ആളുകൾ ചോദിക്കലുണ്ട് മൈക്ര ഡീസൽ ഉണ്ടാണല്ലോ. മൈലേജ് തന്നെയാണല്ലോ ഹൈലൈറ്റ്. 20 മുകളിൽ എന്തായാലും കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവ്. കിട്ടും, അങ്ങനെ തന്നെയല്ലേ? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആണ്. അപ്പൊ ഇത് ലോങ്ങില് എന്തായാലും 20 മുകളിൽ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടും. ഇത് 2011 മോഡൽ വണ്ടിയാണ്. 1.17 ഓടിയിട്ടുള്ളത്. മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് XB ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പിന്റെ പുഷ് ബട്ടൺ ഒന്നും വരുന്നില്ലല്ലോ? പുഷ് ബട്ടൺ വരുന്നുണ്ട്. പുഷ് ബട്ടൺ ഉള്ള വണ്ടിയാണ് XB. പിന്നെ കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ബമ്പർ കോർണറിലൊക്കെ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നീറ്റ് വണ്ടിയാണല്ലേ? ബാക്കി നീറ്റ് വണ്ടി. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നീറ്റാണ്. ഇന്ത്യൻ റഷ്യർ മൊത്തത്തിൽ നീറ്റായിട്ടുള്ളൊരു 1.17 ഓടിയ 2011 മോഡൽ ഫുൾ ഓപ്ഷൻ മൈക്ര ഡീസൽ. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് അൾട്ടോന്റെ വിലയ്ക്ക് കൊടുക്കാം. ഒരു 1.70 കൊടുക്കാം.
1,70,000 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ഡീസൽ മൈക്ര ഫുൾ ഓപ്ഷൻ പുഷ് ബട്ടൺ അടക്കം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ്, വേറെ ഒന്നും ഇതിലെടുത്ത് പറയാനില്ല. വേറെ എന്തൊക്കെ സൗണ്ടോ കാര്യങ്ങളോ ഇല്ല, നിലവിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വർക്കിംഗ് കണ്ടീഷനാണ് വണ്ടി, സ്മൂത്താണ്, നല്ല സ്മൂത്താണ്. ഓക്കെ, വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തുള്ള വണ്ടിയാണ്. സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര റിഫൈൻഡ് ആണ്. നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്ര? ഇപ്പോൾ മഹീന്ദ്ര ഫിനാൻസ് ഒക്കെ ലോൺ ചെയ്യുന്നുണ്ട്, ഒരു 1.20 റേഞ്ചിലൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 19 കണ്ട ഇറക്കാൻ പറ്റും. ഓക്കെ, ടാറ്റാ ടിയാഗോ KL11 ഓൾഡ് ഷേപ്പാണ്. എങ്ങനെയാണ് ഇത്? 2018 മോഡൽ വണ്ടിയാണ്. പുതിയ ഷേപ്പ് ഇറങ്ങുന്നത് തൊട്ട് മുന്നത്തെ എക്സെറ്റ് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർ ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നോർമൽ ഓട്ടോ അല്ലേ? പെട്രോൾ വണ്ടീൻ്റെ ഇതിലും ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു എൻക്വയറി ഉള്ള കളർ കൂടിയാണത്. കളർ മാത്രമല്ല, വണ്ടിക്ക് മൊത്തത്തിൽ എൻക്വയറി ഉണ്ട്. ഒരു 14-17 റേഞ്ച് മൈലേജും കിട്ടും. എത്ര കൊടുക്കാത്? നമ്മളിവിടെ ചോദിക്കുന്ന വില 4.10 ആണ്. ഓൾമോസ്റ്റ് ഫൈനലായിട്ടുള്ള ഒരു വിലയാണ്. പിന്നെ നേരിട്ട് വരുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താം, ചെയ്ത് കൊടുക്കാം. 2018 വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ എക്സെന്റ് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. പെട്രോൾ ആണ്. പെട്രോൾ, കാരണം ഇത് ഡീസലും വരുന്നുണ്ടല്ലോ. ഡീസൽ വരുന്നുണ്ട് ആ സമയത്ത്. ഓക്കെ, അപ്പോൾ പെട്രോൾ വണ്ടി 4.10 ഫൈനൽ റേറ്റ്. ലോണ് ഒരു 3.5 എന്തായാലും ലോണും കിട്ടും. ഒരു 60,000 രൂപ നിങ്ങൾ കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം. നിങ്ങൾക്ക് ട്രാഫിക്കിലൊക്കെ കറങ്ങാൻ ഒരു ചെറിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അടുത്തത്. ദാറ്റ്സൺ റെഡിഗോ ആണ്. റെഡിഗോ ട്രാഫിക്കിൽ മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഇതിലെ വേണമെങ്കിലും കൊണ്ടുപോകാം. ട്രാഫിക് ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നമുക്ക് എല്ലാം പോവാം. കാരണം മൈലേജ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. നല്ല റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് 25 വരെ ഇതിനകത്ത് കാണിക്കും. ഞാനൊരു 50 കിലോമീറ്ററോളം ഈ വണ്ടി ഞാൻ വന്നതിന് ശേഷം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഷോറൂം കയറ്റാതെ നമ്മളെ ഈ ലോക്കൽ ഓട്ടത്തിന്. അപ്പോൾ ആ സമയത്ത് 24.7 ആ റേഞ്ചിലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിനിമം 20 മുകളിൽ എന്തായാലും പ്രതീക്ഷിക്കാം. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് പുതിയ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നതിന് തൊട്ട് മുന്നത്തെ മോഡൽ. 19 ആണ് മാനുഫാക്ചറിങ് വരുന്നത്, 20 രജിസ്ട്രേഷൻ വരുന്നത്. 20 തന്നെയാണ് പുതിയ ഒരു വന്നിട്ടുള്ളത്. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റും കൂടും, ഈ ഗ്രില്ല് കുറച്ച് വലുപ്പം, ഹെഡ്ലാമ്പിന് ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. 45,000 ഓടിയിട്ടുള്ളൂ. 800 cc. അതുകൊണ്ടാണ് നമുക്ക് അത്രയും മൈലേജ് കിട്ടുന്നത്. പിന്നെ ഇതിന് വേറെ പറയാനുള്ളത്, ഈ 19 വന്നുകൊണ്ട് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസറും ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് മോഡലല്ല, ഇതിനകത്ത് പവർ വിൻഡോ വരുന്നില്ല. പക്ഷെ എയർ ബാഗും ഉണ്ട്, സെൻസറും വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ ആഫ്റ്റർ മാർക്കറ്റ് ഒന്നും ചെയ്തിട്ടുമുണ്ട്. ഓട്ടോ എത്ര പോയി? 45,000 ഓടിയിട്ടുള്ളൂ. 45,000 2019 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, KL73 രജിസ്ട്രേഷനാണ് വണ്ടി, മാനന്തവാടി. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ 2.15 ആസ്കിംഗ് റേറ്റ് ആയിട്ടുള്ളത്. ചെറിയൊരു മാറ്റം വരുത്താം. മാനുവൽ 2019 മാനുവൽ വാഹനം റെഡിഗോ 2.15 കൊണ്ടുപോകാം. ലോൺ ഒരു 1.25 കിട്ടും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 19-20 20 രജിസ്ട്രേഷനിൽ ഉണ്ട് വണ്ടിക്ക്. 20 രജിസ്ട്രേഷൻ ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2035 വരെ നിങ്ങൾക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. 2020 രജിസ്ട്രേഷൻ വരുന്ന വാഹനം ഫുൾ ലോണിൽ. ചെറിയ പൈസക്ക് ചെറിയ ഫാമിലി ആളുകളൊക്കെ വണ്ടി നോക്കല്ലോ, അപ്പോൾ അവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. പെട്രോൾ വാഹനമാണ്, മെയിൻ്റനൻസും കുറവാണ്, മൈലേജും കിട്ടും. ഒരു ബൈക്ക് കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ടടക്കാൻ പറ്റും ചെറിയ ലെവലിൽ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നല്ലൊരു ബ്ലൂ കളർ ബലേനോ ആണ് അടുത്ത വാഹനം. KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ. ഫ്ലഡ് ഒന്നും ഇല്ല കേട്ടോ ആലപ്പുഴ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാം നോക്കിയിട്ട് എടുത്താൽ. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട വണ്ടിയാണ്. ആയിക്കോട്ടെ, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസും ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 2017 വണ്ടിയാണ്. അല്ല, ഞാനത് ആദ്യം തന്നെ പറഞ്ഞാൽ എന്താ പറയുക, KL04 കാണുമ്പോൾ ചില ആളുകൾക്ക് പൊതുവെ ഉള്ള ഒരു ധാരണ ആലപ്പുഴ ഫ്ലഡ് ആണ്. അതൊക്കെ ചുമ്മാ പറയാം. നമ്മുടെ കോഴിക്കോട് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്, മലപ്പുറത്ത് ഫ്ലഡ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ആലപ്പുഴയുടെ ചെറിയ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആലപ്പുഴ മൊത്തത്തിൽ മുങ്ങിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് 2017 ഡെൽറ്റയാണ് വരുന്നത്. പെട്രോൾ വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 70,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വരും. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വരുന്നുണ്ട്. അതായത് പവർ വിൻഡോസ് കാര്യങ്ങളും 4 ഉണ്ടാവും. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സെൻട്രൽ ലോക്ക് വരും, അങ്ങനത്തെ ഒക്കെ വരും. സ്പെയർ കീ കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ അവൈലബിൾ ആണ്. ഉണ്ടല്ല, ഇവിടെ കിടക്കുന്ന അധികം വണ്ടീൻ്റെ സ്പെയർ കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റെഡി ആണെങ്കിലും സ്പെയർ കീ ഉണ്ട്, ഇതാണെങ്കിലും ഉണ്ട്, ടിയാഗോ ആണെങ്കിലും എല്ലാത്തിൻ്റെ ഉണ്ട്. അത് ശരി. സാധാരണ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് അങ്ങനെ കിട്ടാത്തൊരു സാധനമാണ് സ്പെയർ കീ. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആകുമ്പോൾ നമുക്കത് കിട്ടും. നമ്മളത് ചോദിച്ചു, നമ്മൾ ഡയറക്റ്റ് പാർട്ടിൻ്റെ അടുത്താണല്ലോ വണ്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കൈയോടെ ഞങ്ങൾ വാങ്ങിക്കും. ഓക്കെ, ഇതിപ്പോൾ എത്ര ഓട്ടം? ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 70,000 പെട്രോളാണ്, ബലേനോ. മൈലേജ് ഒരു 14 മുതൽ 16 വരെ റേഞ്ചിൽ പ്രതീക്ഷിക്കാം. എത്ര കൊടുക്കാൻ? 5,65,000 രൂപയാണ് വില ഇട്ടിട്ടുള്ളത്.
ചെറിയ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ചെയ്ത് കൊടുക്കാം. ഫോണിലൂടെ ഉണ്ടാവില്ല, നേരിട്ട് വന്ന് വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇരുത്തത്തിൽ സംസാരിച്ച് ചെറിയൊരു മാറ്റം ന്യായമായിട്ടുള്ള ചെയ്തു കൊടുക്കും. ഓക്കെ, 2017 വണ്ടിയാണ് ഡെൽറ്റ. അടുത്ത വണ്ടിയിലേക്ക് അടുത്ത ടിയാഗോണ് KL55 രജിസ്ട്രേഷൻ ആണ്, തിരൂര്, മലപ്പുറം ജില്ല. എങ്ങനെയാണ് ഇത് നമ്മൾ മുന്നേ കാണിച്ച അതേപോലെ തന്നെ ടിയാഗോ എക്സെറ്റ് ഫുൾ ഓപ്ഷൻ ആണ്. 2018 മോഡലാണ്. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. 55,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സെയിം വണ്ടി തന്നെ, പെട്രോൾ തന്നെ, 1.2 ലിറ്റർ എഞ്ചിൻ, സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം, അലോയ്സ് അടക്കാണ്ട്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് അതേപോലെ തന്നെ 410. 410 2018 ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 4,10,000 55,000 ഓട്ടം അല്ല, വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ലില്ല, വർക്ക് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒറിജിനൽ ഗ്ലാസും ഡോറും ഒക്കെ തന്നെ കിടക്കുന്നത്. അതേപോലെ തന്നെ ഒരു 3.5 ലോണും കിട്ടും. 3.5 ലോണൊന്നും ചെയ്ത് കൊടുക്കാം. അടുത്തത് ഹ്യുണ്ടൈ ഇയോൺ. ഇത് 800 cc ആണോ 1000 ആണോ? ഇത് 800 cc. 800. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട റെഡിഗോ പോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനമാണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 2014 ഇറയാണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. 96,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 96,000 2014 മോഡലാണ്. ഏകദേശം ഒരു 15-18 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനം അല്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി. ഓക്കെ, എത്ര കൊടുക്കാത്? നമ്മൾ 170 വില. ഓൾമോസ്റ്റ് ഒരു ഫൈനലാണ്. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്ത് കൊടുക്കാം. 1,70,000 രൂപയ്ക്ക് 2014 ഇറ ഇയോണ് പെട്ടെന്ന് ആയിട്ടെന്ന വയലോ അതെ ഇയോണ് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. മാരുതി സുസുക്കി റിഡ്സ് ആണ് അടുത്ത വാഹനം. ഒരുപാട് ആൾക്കാർ നോക്കുന്നൊരു സെഗ്മെന്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു എന്താ പറയാ, ചെറിയ എൻക്വയറി എങ്ങനെ ഇവിടെ റിഡ്സിന്റെ? റിഡ്സ് ഒക്കെ നല്ല എൻക്വയറി ഉണ്ട്. നല്ല എൻക്വയറി ഉള്ള കൂടുതലായിട്ടും അത്യാവശ്യം ഓട്ടോ ഉള്ളവരാണ് ചോദിക്കാറുള്ളത്. ഡീസൽ വണ്ടി. ഇത് ഡീസലാ? ഇത് പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, അപ്പം എന്താ പറയാ, വിദേശത്തുള്ള ആളുകളൊക്കെ കുറെ ആളുകൾ ചൂസ് ചെയ്യാറുണ്ട്. കാരണം ഇടയ്ക്കൊക്കെ വരുന്ന സമയത്ത് നിർത്തിയിട്ട് പോയാലും കുഴപ്പമില്ലല്ലോ. മാരുതിയുടെ പെട്രോൾ വാഹനമാണല്ലോ, മെയിൻ്റനൻസ് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി. 2016 മോഡല്, സെക്കൻഡ് ഓണർ ആണ്. LXi ആണ് വേരിയന്റ് വരുന്നത്. 1,03,000 ഓടിയിട്ടുണ്ട്. ത്രൂ ഔട്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 2016 LXi ത്രൂ ഔട്ട് സർവീസ് ഹിസ്റ്ററി എല്ലാം ലഭിക്കുന്ന ഒരു വാഹനമാണ്. 2 ഡോർ പവർ വിൻഡോ വരുള്ളൂ LXi? ഇല്ല, വരുന്നില്ല. 2 ഡോർ വരുന്നില്ല. VXiക്കകത്ത് 4 ഡോർ പവർ വിൻഡോ ആ ഒരു ഇതിലെ സ്പെക്കിലേ വരുന്നുള്ളൂ. ഇതിൽ റീപ്ലേസോ കാര്യമൊന്നുമില്ല? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ലാത്തതുണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് വണ്ടി. എത്ര കൊടുക്കാം? 3,50,000 കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് 2016 റിഡ്സ് പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് ആയതു? സെക്കൻഡ് ഓണർഷിപ്പ്. ലോൺ ഒരു 3 lakh വരെ കിട്ടും? 3-3.5 വരെയൊക്കെ ലോൺ കിട്ടും. കാരണം 16 മോഡൽ ഉണ്ടല്ലോ. അതെ, തീർച്ചയായും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ വീണ്ടും ഡാറ്റ്സൺ ഗോ വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ്. ഇത് അടിപൊളി ടയേഴ്സാണ്. ടയർ എല്ലാം നല്ല ടയറാട്ടോ. പുറകത്ത് കുറച്ചൊരു 70% ഉണ്ട്, പക്ഷെ ഫ്രണ്ടത്ത് ഒരു 90% ടയർ ഉണ്ട്. തീർച്ചയായും. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 72,000 ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന മറ്റൊരു വാഹനമാണിത്. 1.2 ലിറ്റർ നമ്മൾ തുടക്കത്തിൽ കാണിച്ച അതേ സെയിം സ്പെക്ക് വരുന്ന വാഹനം. അത് ഒരു എന്താ പറയുക, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്ലെയിൻ ആണ്. പ്ലെയിൻ വൈറ്റ് വേണ്ടവർക്ക് അതുകൊണ്ട്. അതെ, അത് 1,12,000 ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 72,000 ആണ് ഓടിയിട്ടുള്ളത്. ഇത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര കൊടുക്കാത്? ഇത് 1,95. 1,95,000 രൂപ. 2015 സിംഗിൾ ഓണർഷിപ്പ്. 72,000 കിലോമീറ്റർ ഓടിയ ഡാറ്റ്സൺ ഗോ 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. ഫുൾ ഓണാ? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.25 വരെയൊക്കെ എന്തായാലും ലോൺ കിട്ടും. 1,75,000 ട്രൈ ചെയ്യാം ഫുൾ ലോണിലേക്ക്. ഫുൾ ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ട്രാക്കും കൂടി അനുസരിച്ച് ഫുൾ ഓൺ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഫുൾ ഓൺ എടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്യല. ഒരിക്കലും എടുക്കണ്ട, ലോണേ എടുക്കണ്ട. കയ്യിൽ പൈസ ഉണ്ട്, പൈസ ഇട്ടിട്ട് മാത്രം വണ്ടി എടുക്കുക. ലോണിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഒറ്റ ഫ്രെയിമിൽ 2 ടിഗോർ. ടിയാഗോന്റെ സെഡാൻ കാറ്റഗറിയാണ്. KL59 രജിസ്ട്രേഷൻ. ആദ്യ വാഹനം തളിപ്പറമ്പ്. എങ്ങനെയാ? ഇത് 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, കിലോമീറ്റർ കുറച്ച് അധികം ഓടിയിട്ടുണ്ട്. 1,23 ഓടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ XT ആണ് വരുന്ന വേരിയന്റ്. ഓക്കെ, പെട്രോൾ വാഹനമാണ്. ഉള്ളിന്റെ താഴേക്ക് താഴെ. ഓക്കെ, പെട്രോൾ സെയിം ടിയാഗോനെ കൊണ്ടാകുന്ന തന്നെ അതേ മൈലേജ് കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു അതിന്റെ സെഡാൻ കാറ്റഗറി വാഹനം. 2018 മോഡൽ. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് ടിയാഗോനേക്കാളും കുറച്ച് കൊടുക്കാൻ വേണ്ടി ഒരു 2,90 കൊടുക്കാൻ വേണ്ടി. 2018 ടിഗോർ 2,90 XT ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സജസ്റ്റ് ചെയ്യാത്ത വേണ്ടവർക്ക് ക്യാഷ് ബാക്കിൽ ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ? എന്തായാലും 2018 വണ്ടി. ഇനി ആ റെഡിലേക്ക് പോകാം. ഇത് 17 ആണ്. XT തന്നെയാണ് വേരിയന്റ് വരുന്നത്.
പക്ഷേ കിലോമീറ്റർ കുറവാണ്, 59,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് എത്ര കൊടുക്കും? ഇത് നമുക്ക് നെറ്റ് 340 കൊടുക്കാം. 340. ആ ഒരു കിലോമീറ്ററിന്റെ വ്യത്യാസത്തിലാണ് റേറ്റ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത്. ഓണർഷിപ്പ്, കിലോമീറ്റർ ഇതിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് 340 ആണെങ്കിലും ഇതും ഫുൾ ഓണിൽ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, രണ്ടിനും ക്വാളിറ്റിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യ റെസ്റ്റർ ആയാലും സെയിം ലുക്ക് തന്നെയാണ് രണ്ടും ഉള്ളത്. പിന്നെ ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം. ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ടയർ കുറവാണ്, അതിനനുസരിച്ചാണ് നമ്മൾ വില അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുള്ളത്. അപ്പോൾ ടിഗോർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വന്ന് നോക്കുക, കമ്പയർ ചെയ്യുക, നല്ല വണ്ടി നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുപോകാം. രണ്ട് വണ്ടിയും ഫുൾ ഓണിൽ എടുക്കാൻ പറ്റും. രണ്ടും നല്ല വണ്ടികളാണ്. നല്ല വണ്ടികളാണ്. വിലക്കൊത്തിട്ട് ഏതൊക്കെയാണ് അങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത KUV 100 ആണ്. 100 ഇത് ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ, നല്ല മൈലേജിൽ നല്ല പെർഫോമൻസ് ഉള്ളൊരു വാഹനം അല്ലേ? 6 പേർക്ക് പോവുകയും ചെയ്യാം. 6 പേർക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ട്. നടുവിലാക്കും സീറ്റ് ബെൽറ്റ് ഇല്ല? നടുവില് ഉണ്ട്, ഉള്ളിലുണ്ട്. എന്തായാലും RC-ക്കകത്ത് 6 സീറ്റർ ആണ്. 6 പേർക്ക് നിയമപരമായിട്ട് പോവാ. പോലീസ് ഫൈൻ ഇടൂല. അത് നമ്മുടെ സേഫ്റ്റി നോക്കണല്ലോ. സേഫ്റ്റി നോക്കണം. എന്തായാലും ബെൽറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് 2016 ആണ്. K8 ആണ് ടോപ്പ് എൻഡ് മോഡൽ, ഏറ്റവും ടോപ്പ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 88,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വാഹനം. ഓക്കെ, ഒരു പ്രത്യേക ഷേപ്പാണ്. കുറച്ച് കയറി ഇരുന്നാൽ തന്നെ നിങ്ങൾക്കൊരു ഹൈറ്റ് ഫീൽ ചെയ്യും ഓടിക്കുമ്പോൾ തന്നെ. ട്രാഫിക്കിലൊക്കെ നമ്മളെ സ്വിഫ്റ്റ് പോലത്തെ വാഹനങ്ങളൊക്കെ സൈഡിൽ നിന്നാൽ നമുക്ക് ഇങ്ങനെ നോക്കാം. പൊതുവെ ഒരു മഹീന്ദ്ര വണ്ടി അങ്ങനെ തന്നെയാണ്. എല്ലാ മഹീന്ദ്ര വണ്ടിയും കുറച്ചൊരു ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. ഹൈറ്റ് ആണ്. ഓക്കെ, മൈലേജ് ഒരു 18, 20, 22 ഒക്കെ കിട്ടും. മൈലേജ് കിട്ടുന്നൊരു വാഹനം. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല അല്ല? ഇല്ലല്ലോ, ഒന്നും എടുക്കാൻ. ഓട്ടോ എത്ര പോയി? 88,000. 2016 മോഡൽ K8 എത്ര കൊടുക്കാം? 3,45,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ 345 അല്ല, ഫൈനൽ റേറ്റ് ആണ്. ഡീസൽ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ. താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ വിളിക്കാം. ഫുൾ ലോണും കൂടി ആയിക്കോട്ടെ. അതിൻ്റെ കൂടെ ഫുൾ ലോണും കിട്ടും വണ്ടി. ആയിക്കോട്ടെ, വേണമെന്ന് പറയില്ല. അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇന്നത്തെ അവസാനത്തെ വാഹനം, ഇന്ത്യക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക്, കാറെന്ന സ്വപ്നത്തിന് ചിറകേകിയ ടാറ്റ നാനോ. 2012 മോഡൽ LX ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 69,000 കിലോമീറ്റർ. 69,000 12 മോഡലുള്ള വാഹനമാണ്. ബാക്കി ഒരു അലോയൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒന്ന് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് വണ്ടീൻ്റെ മുകളിൽ. പിന്നെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് കുറേ പൈസ മുടക്കിയിട്ടൊരു കാര്യമില്ലല്ലോ. അത് വൃത്തിയാക്കേണ്ടവന് വൃത്തിയാക്കാൻ, ചില ആളുകൾ വൃത്തിയാക്കാതെ ഈ കണ്ടീഷനിലും സാധനങ്ങൾ ഉണ്ടാവാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ പർപ്പസ് വ്യത്യാസം ഉണ്ടാവും. ഇനി വൃത്തിയാക്കാണെങ്കിൽ തന്നെ വലിയൊരു പണിയൊന്നുമില്ല അല്ലേ? അപ്പോൾ വൃത്തിയാക്കാനുള്ള പൈസയൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു 42,000 രൂപ. 42,000 രൂപയ്ക്ക് 2012 മോഡൽ നാനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ വാഹനമല്ല. LX ആണ് ഓപ്ഷൻ വരുന്നത്. വേറെ ക്ലെയിമും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. 42 പറയുന്നത് നെറ്റാട്ടോ. നെറ്റ് റേറ്റ് ആണ്. കുറയില്ല. 42 2012 നാനോ കൊണ്ടുപോകാം. ഓക്കെ, ലോണ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനത്തെ ഒന്നും പ്രതീക്ഷ കിട്ടൂല. ഓക്കെ, കിട്ടൂല. നാനോ നിർത്തിയാണ്, അതുകൊണ്ട് തന്നെ ലോണും കാര്യമൊന്നും കിട്ടൂല. അപ്പോൾ തൽക്കാലം എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഏകദേശം വേറെ വണ്ടികളുണ്ടോ പുറത്ത്? അല്ലെങ്കിൽ വരാനുണ്ട് വണ്ടികൾ ഇനിയുണ്ട്. ഒരു വെൻഡോ ഉണ്ട് വരാനായിട്ട്. ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ വെൻഡോ ഒരു 14 മോഡൽ. പിന്നെ അതുപോലെ തന്നെ ഒരു i20 കയറാനുണ്ട്. ഒരു ഗ്രാൻഡ് ഐറ്റർ നമ്മൾ ആദ്യമൊക്കെ കൂടുതൽ ചെയ്തിരുന്ന വണ്ടിയാണ് ഗ്രാൻഡ് ഐറ്റർ. ഇന്ന് ക്ലബ്സിയുടെ വീഡിയോയുടെ ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോയിലാണ് ഒരൊറ്റ ഐറ്റം പോലും ഇല്ലാത്ത ഗ്രാൻഡ്. അതെ, ഗ്രാൻഡ് ഐറ്റർ. അത് കിട്ടിയില്ലായിരുന്നു വണ്ടി. ഇപ്പോൾ ബൈ ചാൻസ് 2-3 ദിവസം മുന്നേ കിട്ടിയത് വണ്ടി. അപ്പോൾ അത് ഇങ്ങോട്ട് സ്റ്റോക്കിനായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എത്തിക്കഴിഞ്ഞിട്ട് ഷോറൂമിലേക്ക് കയറിയില്ല. എന്തായാലും അതിനൊന്ന് വാക്കാലെങ്കിലും നമ്മൾ ഉൾക്കൊള്ളിക്കണം. മോശമല്ല. 2018 മോഡൽ ഗ്രാൻഡ് ഐറ്ററാണ്. വില കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല, ഫൈനലൈസ് ആയിട്ടില്ല. 18 മോഡലാണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. അതും ഗ്രേ കളർ വണ്ടി, നല്ല എൻക്വയറി ഉള്ള വണ്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടവർക്ക് ചോദിക്കാം. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ വിളിക്കുക. ആ നമ്പേഴ്സിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ, നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താൻ വിട്ടുവരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട. ഫാമിലി 6 ലക്ഷത്തിലേക്ക് അടുക്കാൻ പോവാണ്. പെട്ടെന്ന് തന്നെ ആഘോഷം സെറ്റ് ആക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ മുന്നോട്ട് നന്ദി. എല്ലാവർക്കും നന്ദി. ബൈ.